ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ഒരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ അത് കണ്ടതിൻ്റെ ആവശ്യത്തിൽ ഞാൻ കയറി വ്ളോഗ് എടുക്കാൻ വന്നതാണ്. എൻ്റെ കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ടാവും, ചുവന്നിട്ട് ഒന്നും അറിയില്ല. അപ്പം ഇന്ന് കുറച്ച് ലേറ്റായി എഴുന്നേക്കാൻ, കാരണം പുലർച്ചെ നല്ല ചൂട് വന്നു. കറണ്ട് പോയി പെട്ടെന്ന്, മഴേൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര ചൂടായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടേ ഇല്ല. പിന്നെ കുറച്ച് നേരം വെയിറ്റാണ്, അതായത് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ലേറ്റായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതും ഇതെവിടെ ഉണ്ട്, കുട്ടാടൻ ടോയ്ലറ്റ് പോയിട്ടുണ്ട്. അതുമോ എടാ ഇന്നലെ എൻ്റെ ഒരു പാത്രം പൊളിച്ചു. പിന്നെ എൻ്റെ ഒരു ക്യാൻഡിലിൻ്റെ ഒരു സ്റ്റാൻഡ് പൊളിച്ചു. ഇനി ഇന്നെന്താ പൊളിക്കുന്നേ? നല്ല എൻ്റർടൈൻമെൻ്റാണ്. ഇന്നെന്താ പൊളിക്കുന്നേ? അച്ഛനെയോ? അച്ഛനെ പോയി പൊളിക്കാം. കൊന്ത് കഴിക്കുമ്പോൾ അച്ഛൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ പരിപാടികൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ ഒരു ഉച്ചവരെയുള്ള ബ്ലോഗ് എടുക്കാം. ഓക്കെ, പറ. തംസപ്പ് കഴിച്ചാട്ടെ. തംസപ്പ് ഇതറിയില്ല, ഇതാ തംസപ്പ്. ഓക്കെ, ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ഫ്ലൈങ് കിസ്. ഉമ്മ. ഇത് ഫ്ലൈങ് കിസ് അല്ല, ഉമ്മ. അങ്ങനെ കൊടുത്തേ. അതെന്തോ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഓൾറെഡി ഉണ്ട് ഇന്നലത്തെ. അപ്പോൾ പിന്നെ ഇഡ്ഡലി ആക്കൽ വേഗം പരിപാടി ചെയ്യല്ലോ. ബാക്കി പരിപാടി വേഗം നോക്കാം. അപ്പോൾ ഇഡ്ഡലീൻ്റെ മാവ് ഞാൻ ഉപ്പെല്ലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആക്കി വെച്ചതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത് വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ സാമ്പാർ, ഇന്നലത്തെ സാമ്പാറുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ച് ലൂസാക്കണം. പിന്നെ ഇത് ആദ്യം ചിരിച്ചേ. ആദ്യം എങ്ങനെ ചിരിക്കുക? ആദ്യം എങ്ങനെ കരയാ? കാക്ക എങ്ങനെ കരയാ? കാ. പൂച്ച എങ്ങനെ കരയാ? എങ്ങനെ കരയാ? ബൗ ബൗ എങ്ങനെ കരയാ? ബൗ 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 ബൗ. പുറത്ത് നല്ല മഴ കഴിഞ്ഞു വന്ന്. ഇപ്പോൾ ചെറുങ്ങനെ പാറുന്നുണ്ട് മഴ. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം കണ്ടോ? നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇനിയും വർത്തമാനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചായ കൂടി ഉച്ചക്കായി പോകും. അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേനാണ് ആദ്യം എഴുന്നേൽക്കാറ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ തന്നെ എഴുന്നേറ്റിങ് വന്നു. അപ്പം ഇഡ്ഡലി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രമൊക്കെ എടുത്തൊന്ന് കഴുകി വെക്കുവാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ദോശ അവന് കൊടുക്കാൻ പറ്റിയതൊക്കെ ആണെങ്കിൽ അവനെ രാവിലെ ഞങ്ങൾ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പക്ഷേ നമുക്ക് അവനൊരു ഫില്ലിംഗ് ആയ പോലെ ഫീൽ ചെയ്യണമെങ്കിൽ കുറുക്ക് എന്തെങ്കിലും ആക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേന് അതും കൊടുക്കും. അങ്ങനെയാണ് പതിവ്. ബ്രേക്ക്ഫാസ്റ്റ് അവൻ കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പത്ത് ഇഡ്ഡലിയും ഇപ്പുറത്തെ സ്റ്റൗവിൽ ചായയും വെച്ചു. അപ്പോൾ അവനെ അടുത്ത് തന്നെ ഇരുത്തിയിട്ട് കുട്ടാടൻ ടോയ്ലറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ പോയി വരുന്നത് വരെ ഞാൻ നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സാമ്പാർ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇടയ്ക്ക് പോയിട്ട് നോക്കണം, അല്ലെങ്കിൽ അവൻ ഇവിടുത്തെ കാണുന്നതൊക്കെ എടുത്ത് തറയിലിട്ട് പൊട്ടിക്കും. അപ്പോൾ ചായ ആയതിനു ശേഷം ഞാൻ സാമ്പാർ എടുത്ത് ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ചായ ഒഴിച്ചു. അപ്പോഴത്തേനും കുട്ടാടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അതിന് വെള്ളം കൊടുക്കുവാണ്. രാവിലെ എഴുന്നേറ്റ പാട് അവൻ വെള്ളം കുടിക്കും. എല്ലാ ദിവസവും ശീലം. രാവിലെ മാത്രമല്ല, ഇപ്പോൾ ചൂടായതുകൊണ്ട് രാത്രി ഇടയ്ക്കിടെ എഴുന്നേറ്റിട്ട് വെള്ളത്തിന് പറയും. നമ്മളതുകൊണ്ട് അടുത്ത് തന്നെ വെള്ളം വെക്കാറുണ്ട്. ഞാൻ ചായ വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ തണ്ണിമത്തൻ്റെ കുരു നിറച്ചു താഴെ ഇട്ടിട്ടായിരുന്നുള്ളത്. രാവിലെ എഴുന്നേറ്റ അവിടെ അത് കഴിച്ചു. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. തിന്നുന്നുണ്ടോ? യമ്മിയാണോ അല്ലേ? അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കുവാണ്. ഫുഡ് കഴിക്കുമ്പോൾ ഏട്ടനും അടുത്തുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ അവരോട് കുറേ സമയം വർത്താനം പറഞ്ഞു. ഞാൻ കുറച്ച് സമയം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എന്നോട് ഓഫ് ചെയ്യാൻ മറന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കഴിക്കുമ്പോഴും അതും കഴിക്കുന്നുണ്ട്. അവന് ഇങ്ങനെ ക്യാരറ്റ്, അതിനകത്ത് ഉരുളക്കിഴങ്ങ്, സാമ്പാറിൽ അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇഡ്ഡലിയും കഴിച്ചിന് കുറച്ച് കഴിച്ചേ ഉള്ളൂ. അപ്പോൾ പകുതി എത്തിയപ്പോൾ കരഞ്ഞു. അവൻ എഴുന്നേറ്റ്. അപ്പോൾ കുട്ടാടൻ പറഞ്ഞു നീ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ എടുത്തു. കുട്ടാടൻ ബാക്കി കഴിക്കുവാണ്. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. രാവിലത്തെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഞാൻ നോക്കുന്നുണ്ട് മഴ വരുന്നുണ്ടോ വേഗം ഡ്രസ്സ് കഴുകി ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടിയും കൂടെ നോക്കുന്നുണ്ട്. ഞാൻ ചിന്തിച്ചൊരു ഫിഷ് കറിയും മീൻ മുളകിട്ടതും അതുപോലെ തന്നെ ചീര ഉണ്ടായിരുന്നു. വാങ്ങി ചീര വറവും അങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ദിവസത്തിൻ്റെ കുറുക്കും കൂടെ ആക്കി വെക്കുന്നുണ്ട്. കാരണം അത് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടാടൻ കൊടുത്തോളും. അപ്പോൾ അതെടുത്തിട്ട് പാത്രത്തിലാക്കി തണിയാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ ക്ലീൻ ചെയ്തിട്ട്
അത് ക്ലീൻ ചെയ്ത് വെച്ചത് ഓൾറെഡി ഫ്രിഡ്ജിൽ. ഐസ് മാറിയപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചീരയാണ് വൃത്തിയത്. ഈ ചീര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞതാണ്, അതുപോലെ തന്നെ ഭയങ്കര പൊടിയായിരിക്കും, ഇതിൽ മണ്ണ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം കഴുകി അരിച്ചെടുക്കുക ചെയ്യുക, എന്നാലേ ആ ഒരു പൂഴി പോലത്തെ പോവുള്ളൂ. അല്ലാണ്ട് ആദ്യം കഴുകിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോവുകയില്ല. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് ഒരു വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിനകത്ത് നല്ലോണം കഴുകി ഒരു 3-4 വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ടിട്ട്. പിന്നെ മഞ്ഞൾ പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഞാൻ ഉള്ളിയൊക്കെ ഇടും. ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ചീര വറക്കാറ്. എനിക്ക് ശരിക്കും ചുവപ്പ് ചീര ഇഷ്ടം, പച്ച അത്ര ഇഷ്ടമല്ല, പക്ഷെ നല്ലതാണെന്നല്ലോ പച്ച. അപ്പോൾ ആദ്യം കഴിച്ചോളും. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിനകത്തിട്ട് അതിനുശേഷം ഞാൻ വേഗം ഗ്യാസ് കത്തിച്ചിട്ട് ചോറ് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതാകുമ്പോൾ ആയിക്കോളും. പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് ഞാൻ വിസിലിടാണ്ടാണ് വെക്കുന്നത്, വേഗം വെന്ത് കിട്ടുന്നത് കൊണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അടുത്ത അടുപ്പത്ത് ഞാൻ വേഗം തന്നെ ചീരയും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എളുപ്പപ്പണിക്ക് വെക്കുന്ന മീൻകറി ഇങ്ങനെയാണ്, കാരണം പെട്ടെന്ന് ഇന്ന് ലേറ്റ് ആയല്ലോ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സാധനവും, അതായത് ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയുള്ളില്ല, ഞാനിപ്പോൾ സവാള എടുത്തിട്ടുള്ളത്, വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ഇട്ട് ഫിഷും ഇട്ട് എല്ലാം കൂടി അതിനകത്ത് തന്നെ അങ്ങ് മിക്സാക്കും. പുളിയും ഒക്കെ ഒഴിക്കും. എല്ലാം ഒഴിച്ചിട്ട് അടുപ്പത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കറിവേപ്പിലിട്ട് വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതുക്കിയിട്ട് നല്ല ഫ്ലേവറാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ തിരിച്ചെടുക്കുക, ഏതാണ് എളുപ്പപ്പണി. പക്ഷേ ഞാൻ വയ്ക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ തട്ടിക്കൂട്ടി വെക്കുന്നത്, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ, ഫിഷൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അപ്പം ചീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേഗം എടുത്ത് മാറ്റി വെച്ച് ലാസ്റ്റാണ് തേങ്ങയിട്ടെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫിഷ് കറിയും വെച്ചു. ഫിഷ് കറി അവസാനം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുക, അത്രയും പരിപാടിയുള്ളൂ. അതിനുശേഷം ഞാനൊന്ന് സെൻട്രൽ ഹാളിലേക്ക് പോയി നോക്കും, ഫുള്ള് പൂക്കളിട്ട പോലെ ആക്കി വെച്ചിട്ടുണ്ട് ടോയ്സൊക്കെ. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് പെറുക്കി വെക്കും. ഇത് അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി എനിക്കൊരു വലിയ പണിയാവും. അപ്പോൾ കുട്ടാണവനെ നോക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ ചെയ്തു വെച്ചു. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റാനുണ്ട്. അപ്പം ഞാൻ കൊതുകിൻ്റെ നെറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഫുള്ള് ബെഡ്ഷീറ്റൊക്കെ അഴിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ അടിച്ചു കയറുള്ളൂ, അല്ലെങ്കിൽ പൊടി കയറുമല്ലോ. നെറ്റ് ഉണ്ടാകുമ്പം പിന്നെ പൊടി അങ്ങനെ കയറില്ല. അപ്പം ഞാനതൊക്കെ അടിച്ചു വാരി നീറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് താഴെയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് ഞാനങ്ങനെ ഫുള്ള് വീഡിയോ എടുത്തില്ല. പിന്നെ കുട്ടാടൻ കുളിക്കാൻ പോയിട്ടുണ്ട്. ആ ടൈം കൊണ്ട് ഞാൻ വേഗം പപ്പടം കാച്ചാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കൊണ്ടാട്ടം മുളകും ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പപ്പടം ഒരു പപ്പടം ആക്കുമ്പോൾ തന്നെ വലിയ പപ്പടമാവും. അപ്പോൾ അത് ഞാൻ നുറുക്കിയാലും വലിയ പീസായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് തൊട്ടുള്ള പപ്പടമൊക്കെ അങ്ങനെ ആക്കിയെടുത്തു. പിന്നെ കൊണ്ടാട്ടം മുളകാക്കി വെച്ചു. ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. പപ്പടം ആദ്യം ആക്കിയത് കുറച്ച് കരിഞ്ഞു പോയി, കാരണം കൊണ്ടാട്ടം മുളകാക്കിയ എണ്ണയിൽ തന്നെയാണ് ഞാൻ പപ്പടം ആക്കിയത്. അപ്പോൾ നല്ല ചൂട് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോയി. അപ്പോൾ ഇന്ന് ഉച്ചക്ക് നല്ല മീൻകറിയും അതുപോലെ തന്നെ ചീര തോരനും പിന്നെ പപ്പടം പിന്നെ കൊണ്ടാട്ടമുളക് അതുപോലെ തന്നെ അച്ചാർ പിന്നെ സാമ്പാർ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് വെച്ചു. അപ്പം ഞാൻ ചോറ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്താൽ ഞാൻ വെച്ചാൽ ഏതായാലും ഇതിനകത്തും കൂടെ കിടക്കട്ടെ എന്ന്. ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഷോർട്സ് ഞാൻ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്ത് കൂട്ടാനുള്ള ഫുഡ് അവിടെ എടുത്തു വെച്ചു. അപ്പോൾ ഗൈസ് ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം ആദ്യോട് നാലമ്പാക്കുന്നുണ്ട് എല്ലാ സാധനവും എടുത്തിട്ട് ചോറ് കഴിക്കണം. ഇനി അതാണ് മെയിൻ പരിപാടി. കുട്ടികളെ വിളിക്കുന്നതാണ്. ഫുഡെല്ലാം ആയി. ഇനിയിപ്പം കഴിക്കലാണ്. ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. ക്ലീനിങ്ങും എല്ലാം അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നല്ലൊരു മുടി ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാനുണ്ട്, അതെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും വെച്ച് എനിക്ക് ചെയ്യാം. കുട്ടാടൻ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഞാനും കഴിക്കും. അതാകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ഉറങ്ങിക്കോളും. പിന്നെ എനിക്ക് എൻ്റെ ജോലിയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ കുട്ടാടൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടാടൻ പോയതിന് ശേഷം ഞങ്ങൾ ഒരു ചിക്കു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. പോകുന്നതിന് മുമ്പ് അടിക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ കുട്ടാടൻ പറഞ്ഞു നിങ്ങൾ അടിച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് എടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പോയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ചിക്കു ഷേക്ക് ആക്കുവാണ്. ഞാൻ അവനെ അല്ലാണ്ട് കഴിക്കാൻ കൊടുക്കാൻ ഇതിനോട് വലിയ താല്പര്യമില്ല, അവന് ഓറഞ്ചൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ അതൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇപ്പം നല്ലോണം പഴുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ കേടായി പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം അടിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ അടിച്ചിട്ട് പകുതി പാല് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് ആ പാലൊന്ന് ചെറിയൊരു ഇതെടുത്തിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇന്ന് അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. സാധാരണ ഒന്നിക്ക് വെള്ളം കൂടി പോകാറുണ്ടല്ലോ, എന്തെങ്കിലും ആയിപ്പോയാണ്ട് ഇന്ന് നല്ല സൂപ്പറായിട്ട് കിട്ടിയത്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ അതിന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡും കൂടി ആക്കുന്നുണ്ട്. അവനിപ്പോൾ ഫുഡ് കഴിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ അവൻ ഉറങ്ങി എഴുന്നേറ്റിലെ ഫുഡാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ കഞ്ഞിയാണ്, ചെറുപയർ കഞ്ഞിയാണ് ആക്കാറ്.
ചെറുപയറും അതുപോലെ തന്നെ പരിപ്പും കുറച്ച് നുറുക്കരിയും അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ജീരകം ഇട്ടിട്ട് ഞാനൊന്ന് മിക്സിയിലല്ല കുക്കറിലിട്ട് നന്നായിട്ട് അടിക്കും. വിസിലടിച്ചതിന് ശേഷം അത് അവിടെ ആറാൻ വെക്കും. അപ്പോൾ അവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അത് സെറ്റാകും. അപ്പോൾ അത് ഷെയ്ക്കായി ഞാൻ കുട്ടാടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഞാനും കഴിച്ചു. അപ്പോൾ ഇതാ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുട്ടാടിന് ഓഫീസിലേക്ക് പോയി. ആദ്യം ഞാൻ ഉറക്കിയിട്ടുണ്ട് കൊണ്ടുപോയിട്ട്. നല്ല മൂടി ക്ലൈമറ്റാണ്, ഫുള്ള് മഴ, ചെറുങ്ങനെ പാറുന്നുണ്ട് മഴ. പക്ഷേ ഡ്രസ്സ് വാഷ് ചെയ്തിടാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈവനിങ് നല്ല മഴയാണെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ വേഗം ഡ്രസ്സ് കഴുകിയിട്ട് മേലെ കൊണ്ടിടണം. അതതിന് മെയിൻ പരിപാടിയില്ലാത്ത. അപ്പോൾ ആദ്യം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പം വേഗം പോയി അത് ചെയ്യട്ടെ. വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും ഒന്നുമില്ല. ഞാൻ പിന്നെ വേഗം അലക്കിയും മുകളിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടാൻ വേണ്ടി പോയി. നല്ല മഴക്കാറുണ്ട്, എന്നാലും തുണി മേലെ നിന്ന് അങ്ങനെ അങ്ങ് കാറ്റിന് ആറിക്കൊണ്ട് നല്ല കാറ്റും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ വേഗം തുണിയൊക്കെ വിരിച്ചിട്ടു. ഇനിയിപ്പം ഏകദേശം എൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാനുണ്ട് കുറച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വേഗം എഡിറ്റ് ചെയ്യാനിരിക്കണം. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു. വെയിലില്ല, എന്നാലും പുറത്ത് നോക്കാൻ പറ്റുന്നില്ല. നല്ല മഴ വരുന്ന ലക്ഷണമുണ്ട്. കണ്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനവിടെ നിർത്തുവാണ്. വെറുതെ വലിച്ചു നിർത്തുന്നില്ല. മോർണിംഗ് വ്ളോഗ് എന്നിട്ട് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം മതി. അപ്പോൾ ഇതാ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.